ഹലോ ഫ്രണ്ട്സ്, അബിയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 കണക്കനുസരിച്ച് പ്രതിദിനം 1264 ആക്സിഡന്റ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ. അതിൽ ശരാശരി 462 ഡെത്ത് കേസും വരുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഓരോ മണിക്കൂറിലും 51 ആക്സിഡന്റ് കേസും 19 ഡെത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഇന്ത്യയിലെ 2022 ആക്സിഡന്റ് കേസുകളിലെ ശരാശരി കണക്കാണ്. ഇപ്പോൾ 2025 വാഹനങ്ങൾ എന്തായാലും ഗണ്യമായിട്ടുള്ള രീതിയിൽ വർധന വന്നിട്ടുണ്ടാകും. അതിന്റെ ആക്സിഡന്റ് കേസുകളിലും വർധന വന്നിട്ടുണ്ടാകും. ഒരു 80% ആക്സിഡന്റുകൾ നടക്കുന്നത് വെറും അശ്രദ്ധ കൊണ്ടോ റോഡിൽ വാഹനങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ടോ മാത്രമാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു ആക്സിഡന്റ് വീഡിയോ കാണിച്ചു തരാം. റോഡിൽ കൂടി മര്യാദയ്ക്ക് പോകുന്ന ഒരാളെ മറ്റൊരാളുടെ വെറും ഒരു അശ്രദ്ധ, ഒരു 2 സെക്കൻഡിലെ അശ്രദ്ധ മൂലം മാത്രം ആ ഒരു മര്യാദയ്ക്ക് പോയ ആൾ അപകടത്തിൽ പെട്ടത് നമുക്കിവിടെ കാണാം. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടത്. റോഡിന്റെ വൈറ്റ് ലൈൻ ക്രോസ് ചെയ്ത് ഇട്ടിരിക്കുന്ന കാർ നമുക്കിവിടെ കാണാം. വെറും അശ്രദ്ധമായിട്ട് അതിന്റെ ഡോർ അങ്ങ് വലിച്ചു തുറന്നു കൊടുക്കുന്നു. റോഡിൽ കൂടി മര്യാദയ്ക്ക് പോയ ബൈക്കുകാരൻ അതിൽ തട്ടി വീഴുന്നു. ബാക്കിൽ നിന്ന് വന്ന ഒരു കാറിലേക്കാണ് ആ ഒരാൾ തെറിച്ചു ചെന്ന് വീഴുന്നത്. ബാക്കിൽ നിന്ന് വന്ന കാർ മാക്സിമം വെട്ടിച്ചു മാറ്റി പുള്ളിയുടെ ദേഹത്ത് ഇടിക്കാതെ ഒഴിച്ചു മാറ്റി പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പുള്ളിക്കാരൻ്റെ ദേഹത്ത് തട്ടുന്നുണ്ട്. ഈ ഒരു ആക്സിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ 100% തെറ്റ് വരുന്നത് വൈറ്റ് ലൈൻ ക്രോസ് ചെയ്ത് കാർ പാർക്ക് ചെയ്യുകയും ബാക്കിൽ നിന്നോ സൈഡിൽ നിന്നോ വണ്ടി വരുന്നതെന്ന് നോക്കാതെ ഡോർ വലിച്ച് തുറന്നു കൊടുക്കുകയും ചെയ്ത ആ ഒരു കാറുകാരൻ്റെ ഭാഗത്ത് മാത്രമാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ അശ്രദ്ധ മൂലവും എന്തുമാത്രം അപകടങ്ങളാണ് റോഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ജീവന് വില കൊടുത്തുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ജീവനും കൂടി വില കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും റോഡിൽ ഉണ്ടാകണം. ഒരു അപകടം മുന്നിൽ കണ്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്യുക, സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. അതുമാത്രം പോരല്ലോ, നമ്മുടെ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്ന റോഡുകൾ കൂടി ഒന്ന് ശരിയാക്കാൻ സർക്കാർ ശ്രമിച്ച് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അപകടങ്ങൾ നടക്കുന്നത് ഒന്നുകൂടി കുറയ്ക്കാൻ നമുക്ക് സാധിച്ചേക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.